തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മഹാദേവന്റെ ലോർഡ് ശിവയുടെ കണ്ണുനീർ എന്ന് വിശേഷിപ്പിക്കുന്ന രുദ്രാക്ഷ അന്വേഷിച്ച് നടന്ന ഒരു മനുഷ്യന്റെ 10 വർഷത്തെ കഥയാണ് ഇന്ന് നമ്മൾ ടെയിൽസ് അൺടോൾഡ് വിത്ത് ടിൻഡു രവീന്ദ്രനിൽ കാണാൻ പോകുന്നത്. വെൽക്കം. ജോലി കഴിഞ്ഞ് ഞാൻ രുദ്രാക്ഷങ്ങൾ തേടി യാത്ര തുടങ്ങി. കേരള ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ, ഏഷ്യ, അങ്ങനെ ഇപ്പം ഗിന്നസ് വരെ എത്തി നിൽക്കുകയാണ്. നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം വിചാരിക്കാത്ത പല ഭാഗത്തു നിന്നും ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ട്. സോ അതാണ് എനിക്ക് ഷോക്കായത്. കാരണം നമുക്ക് പ്രൂഫ് ഇല്ലാണ്ട് ആരോടും പറയാൻ പറ്റില്ല. ഞാൻ മടുത്തു ആക്ച്വലി. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് വല്ല അമ്പലത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അന്വേഷിച്ച് നടന്ന ആ ഒരു മുഖം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. 5 മുഖം ഭഗവാൻ ശിവനാണ്. അവർ പറയണത് ഈ ബാധ ദോഷം ഒഴിപ്പിക്കാൻ, സോ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ ധരിച്ചത് മാത്രം കൊടുക്കാണ്ടിരുന്നാൽ മതി. 9, 18, 27, 54, 108 അതാണ് അതിൻ്റെ കണക്ക്. 1 മുഖം മുതൽ 14 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഇന്തോനേഷ്യ, ഇന്ത്യ, നേപ്പാൾ ബീഡുകൾ നിങ്ങളിലേക്ക് രുദ്രാവേദ എന്ന എൻ്റെ വെബ്സൈറ്റ് വഴി എത്തുകയാണ്. മാത്രമല്ല ഞാൻ പല റിസർച്ചുകളും ഫൈൻഡിങ്സുകളും ചെയ്തിട്ടുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ ഉറവിടം, അതിൻ്റെ ലാബ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസും തൃശ്ശൂർ രുദ്രാക്ഷ എന്ന എൻ്റെ ചാനലിൽ വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. രുദ്രവേദ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. വെൽക്കം ഡോക്ടർ കിരൺ വിശ്വനാഥ്. ഡോക്ടർ, ആദ്യം തന്നെ ഒരു കൺഫ്യൂഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ രുദ്രാക്ഷം നമ്മൾ യൂഷ്വലി കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആ രുദ്രാക്ഷത്തിന്റെ ആ സീഡ്, അല്ലെങ്കിൽ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ഷോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർ വെയർ ചെയ്തിരുന്ന ഒരു മാല എന്നുള്ളതാണ്. പക്ഷെ താങ്കളെ കുറിച്ച് നോക്കുമ്പോൾ 30,000 രുദ്രാക്ഷം ബീഡ്സ് കേരളത്തിന്റെ ഓൾ ഓവറിൽ നിന്ന് കളക്ട് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും. എന്തായിരുന്നു ഇതിനൊരു പ്രചോദനം? ഇതൊരു ഒബ്സഷൻ ആയിരുന്നോ, പൊസഷൻ ആയിരുന്നോ? ഈ ഒരു വികാരം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഒബ്സഷനാണ്. കാരണം 2015 സ്റ്റാർട്ട് ചെയ്തത് രുദ്രാക്ഷ കളക്ഷൻസ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ നടയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കണ്ടു. പിന്നെ അവരെ പരിചയപ്പെട്ടു. അവരോട് ചോദിച്ചു ഈ രുദ്രാക്ഷ ബീഡ്സ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. സോ അവരിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ രുദ്രാക്ഷങ്ങൾ തേടി യാത്ര തുടങ്ങി. അപ്പോൾ കേരളത്തിൽ തന്നെ പല പല ജില്ലകളിൽ നിന്ന് ഞാനിത് സ്പോട്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഒരു പാഷൻ എന്ന രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്നു എന്ന് ചോദിച്ചപ്പോ എന്തായിരുന്നു ഡോക്ടറിന്റെ ഒരു പ്രൊഫഷൻ ഞാൻ അക്കൗണ്ടന്റ് ആണ്. കറന്റ് ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വീക്കെൻഡ് കിട്ടുമ്പോൾ ഈ രുദ്രാക്ഷത്തിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. സോ അത് ഞാൻ അന്വേഷിച്ച് അങ്ങനെ പോയി സ്പോട്ട് ചെയ്ത് എല്ലാം കളക്ട് ചെയ്ത് വെക്കും. അതാണ് മെയിൻ ഹോബി ആയിട്ട് ഉണ്ടായിരുന്നത്. ഹോബി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, വേൾഡ് ബുക്ക് റെക്കോർഡ് യൂഷ്വലി അത്ലീറ്റ്സ്, പെർഫോമേഴ്സ്, അവർക്കൊക്കെയാണ് നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള ഒരു വേൾഡ് ബുക്ക് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ താങ്കൾ ഈ ഒരു റെക്കോർഡ് ഹോൾഡ് ചെയ്ത് കയ്യിൽ വെറും ഒരു സീഡ് വെച്ചിട്ട് തീർച്ചയായിട്ടും ആ ഒരു റെക്കോർഡ് ഹോൾഡ് ചെയ്തപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല? ഫസ്റ്റ് വൺ എവർ ഇൻ ദ വേൾഡ് ഹോൾഡിംഗ് എ റെക്കോർഡ് ലൈക്ക് ദിസ്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ്. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ കളക്ട് ചെയ്ത് വെക്കുന്ന രുദ്രാക്ഷങ്ങൾ അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്കിതിപ്പോൾ റെക്കോർഡിലേക്ക് ട്രൈ ചെയ്തോളൂ. കാരണം ഈ സബ്ജക്റ്റ് ആരും ടച്ച് ചെയ്തിട്ടില്ല, റെക്കോർഡ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിംക ബുക്കിനെ സമീപിച്ചു. സോ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അവരപ്പുറത്ത് തന്നു. പിന്നെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ, ഏഷ്യ, അങ്ങനെ ഇപ്പോൾ ഗിന്നസ് വരെ എത്തി നിൽക്കുകയാണ് ഈ കളക്ഷൻസ്. ഡബിൾ ഡോക്ടറേറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും. യൂണിവേഴ്സിറ്റിയിൽ രുദ്രാക്ഷ അനലിസ്റ്റ് ആണ് അല്ലേ? ഒരു പാഷനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൻ സ്ട്രീം എന്നുള്ള രീതിയിലേക്ക് അല്ലേ? അത്രയും ടൈമും എഫർട്ടും ഡോക്ടർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇത് ഫാമിലിയോട് പറഞ്ഞപ്പോൾ, കാരണം വളരെ യുണീക്കാണ്, ഞാൻ ആദ്യമായി കേട്ടപ്പോൾ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്തായിരുന്നു ഒരു ഫാമിലിയുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഡോക്ടർ കിരൺ വിശ്വനാഥനിലേക്ക് എത്തിപ്പെട്ടത്? തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന് കുറേ നെഗറ്റീവ് വേർഡ്സും അതുപോലെ ബാക്ക് സ്റ്റാബ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബീഡിൻ്റെ പിന്നാലെ സമയം വേസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് പോകുന്നത്, അതുകൊണ്ടൊരു കാര്യമില്ല എന്ന രീതിയിൽ. അപ്പോൾ പിന്നെ ആ സമയത്ത് എനിക്കൊന്നും ഓപ്പോസിറ്റ് പറയാൻ ഉണ്ടായിരുന്നില്ല കയ്യിൽ. ഞാൻ ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് നിന്നു, എൻ്റെ വഴി കൂടെ പോയിക്കൊണ്ടിരുന്നു. ആഫ്റ്റർ 10 yearsആണ് ഇപ്പോൾ റെക്കഗ്നൈസ് തുടങ്ങിയപ്പോൾ അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ട്. ഈവൻ എൻ്റെ ഫാമിലിയിലും പിന്നെ വൈഫിൻ്റെ. സോ എല്ലാവരും ഇപ്പോൾ നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 വർഷം എന്താ പറയാ വിട്ടുകൊടുക്കാതെ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകേണ്ടി വന്നു പ്രൂവ് ചെയ്യാൻ. തീർച്ചയായിട്ടും നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം വിചാരിക്കാത്ത പല ഭാഗത്തു നിന്നും ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ട്. കാരണം അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ ടൈം കളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിലൊരു കാര്യമില്ലാന്ന്. പക്ഷെ ഞാനതൊക്കെ മൈൻഡ് ചെയ്യാണ്ട്
എൻ്റെ റിസർച്ചും എൻ്റെ കളക്ഷൻസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പം നല്ല രീതിയിൽ അറിഞ്ഞു തുടങ്ങി. സന്തോഷം. ഇപ്പൊ ബാക്ക് സ്റ്റാബ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വേറൊരു ആംഗിളിലേക്ക് നമ്മളത് എടുക്കുകയാണെങ്കിൽ താങ്കളൊരു രുദ്രാക്ഷ അനലിസ്റ്റ് ആണ്. പക്ഷെ എപ്പോഴെങ്കിലും താങ്കൾക്ക് ഒരു പറ്റിക്കപ്പെടും, കാരണം ഒത്തിരി കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ബീഡ്സ് ഉണ്ട്, അറിയാത്തവരെ പറ്റിച്ചുള്ള ഒത്തിരി വെൻഡേഴ്സ് ഉണ്ട് പലതരത്തിലുള്ള. അങ്ങനെ ഒരു അനുഭവം താങ്കൾക്ക് നഷ്ടം വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അതിന്റെ പറ്റിക്കപ്പെടാൻ വേർജോ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതേപോലെ 1 മുഖം 14 മുഖം എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം പല ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ. പക്ഷെ ഗ്രാജുവലി എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അതെല്ലാം പ്ലാസ്റ്റിക് ബീഡ്സ് ആയിരുന്നു, ഫൈബർ ബീഡ്സ് ആയിരുന്നു. എനിക്ക് ഷോക്കായിരുന്നു, കാരണം ഇതേപോലെ കുറേ ആൾക്കാർ അവർ പറ്റിക്കുന്നുണ്ട് ഓൺലൈനിൽ. സോ ഇപ്പം എനിക്ക് ജസ്റ്റ് ഒരു നോക്കി അറിയാൻ പറ്റും അത് ഒറിജിനലാണോ റിയൽ ആണോ ഫേക്ക് ആണോ. സോ ഒരു എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ജനങ്ങളും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ഡിസ്ട്രിക്റ്റുകൾ, 30,000 വീട്. അപ്പോൾ ഓരോ വീടും കളക്ട് ചെയ്യുന്നതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? എന്നാൽ ഏറ്റവും നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വീട് കളക്ട് ചെയ്ത ഒരു സ്റ്റോറി അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പോഴും നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കഥ എന്തിനെങ്കിലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഈ രുദ്രാക്ഷത്തിന്റെ ബൊട്ടാനിക്കൽ നെയിമാണ് ഇലിയോസ് കാർപ്പസ്. അതിൽ തന്നെ ജെനീട്ര സെറാറ്റസ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഫ്രണ്ട് ഷീ ഫ്രം ശ്രീലങ്ക, പുള്ളിക്കാരി പറഞ്ഞു, ഡോക്ടർ ഇവിടെ ഒരു ബീഡ് ഉണ്ട്, ഈ ഇന്ദിരാക്ഷി ടെമ്പിളിൻ്റെ മുറ്റത്താണ്, ഇന്ദിരാക്ഷി എന്ന് അറിയപ്പെടുന്ന നോക്കാൻ പറഞ്ഞ് അയച്ചു വന്നു. അപ്പോൾ ഞാൻ നോട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഈ പല ഭാഗത്തുണ്ട്, ഈ കൊടുങ്ങല്ലൂർ മലപ്പുറം ഭാഗത്ത് ആ ബീഡുണ്ട്. ഇവിടെ അത് അറിയപ്പെടുന്നത് ഈ കാരക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്, കാരക്ക. അത് ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് കറക്റ്റാണ്. പീൽ ഓഫ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഈ ഓം ശിവ സിംബൽസ് എല്ലാം അതിൽ കാണാൻ പറ്റി. സെയിം പുള്ളിക്കാരി പറഞ്ഞ എല്ലാ അടയാളങ്ങളും അതിലുണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ചാനലിൽ തൃശ്ശൂർ രുദ്രാക്ഷ എന്നാണ് ചാനലിൻ്റെ പേര്, ഇത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, യൂട്യൂബർ പറഞ്ഞു, ഡോക്ടർ നമ്മുടെ കൊടുങ്ങല്ലൂർ ടെമ്പിളിൻ്റെ മുറ്റത്ത് മരമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോൾ സെയിം ശ്രീലങ്കയിലുള്ള മരം എവിടെയുണ്ട്, ഇന്ദിരാക്ഷം. സോ അതാണ് എനിക്ക് ഷോക്കായത്, കാരണം നമുക്ക് പ്രൂഫ് ഇല്ലാണ്ട് ആരോടും പറയാൻ പറ്റില്ല. സോ കാരക്ക എന്നാണ് ഇവിടെ പല ഭാഗങ്ങളും അറിയപ്പെടുന്നത്, പക്ഷെ അത് ഇന്ദിരാക്ഷം എന്നാണ് ശരിക്കും റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇന്ദിരാക്ഷം. അപ്പൊ ഡോക്ടർ പറയുന്നത് അത് ജെന്യൂൻ കാരക്ക ഞാൻ കഴിച്ചിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന സാധനം സെയിം തിങ്. സോ താങ്കൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് പീൽ ഓഫ് ചെയ്ത് നോക്കിയാൽ ഈ രുദ്രാക്ഷത്തിലുള്ള സെയിം സിംബൽസ് ഈ കാരക്കയിൽ കാണാൻ പറ്റും. ഒറിജിൻ ശ്രീലങ്കയാണ്, ഗൂഗിൾ ചെയ്താൽ അതിൽ എഴുതിയിട്ടുണ്ട്, അതിന്റെ ബർത്ത് പ്ലേസ് ഒറിജിൻ ശ്രീലങ്കയാണ് വരുന്നത്. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? ഇപ്പം ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ദിരാക്ഷം, ബട്ട് അതെന്താ സ്പെഷ്യൽ? അതിന്റെ എന്താണ് ഒരു സ്പെഷ്യൽ? ലൈക്ക് നമ്മളിപ്പോൾ ധ്യാനമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെഡിറ്റേഷൻ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ദിരാക്ഷം അവിടെ ധരിക്കുന്നത് ശ്രീലങ്കയിൽ. സോ സെയിം ഞാനും കുറച്ച് ബീഡുകൾ കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ സെയിം ഫീൽ എനിക്കും കിട്ടുന്നുണ്ട്. സോ ഞാൻ ആളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് പേര് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവർക്കും അതിൻ്റെ ഒരു കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു വലിയൊരു മെന്റാലിറ്റി ഷിഫ്റ്റ് ആയിരിക്കും അല്ലേ? കാരണം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പിന്നെ രുദ്രാക്ഷം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പവിത്രത നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരക്കും നമ്മൾ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന ഒരു ആർക്കും അറിയില്ല അതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഞാനിപ്പോ ചാനൽ വിത്ത് പ്രൂഫ് അതിന്റെ വീഡിയോയും പിന്നെ ശ്രീലങ്കയിലത്തെ മരത്തിന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാവരും കൊടുങ്ങല്ലൂർ പോകുമ്പോൾ ഫസ്റ്റ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്ന ആൾക്കാർക്ക്. വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. അതെ, തീർച്ചയായിട്ടും. അതെ. ഇനി ഡോക്ടർ നേരത്തെ ആ 10 വർഷത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒത്തിരി പേര് ചോദ്യം ചെയ്തിരുന്ന ഒരു മൊമെന്റ് ഒക്കെ. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഡോക്ടറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എന്തായി ചെയ്യണത്, എന്തിനു വേണ്ടിയിട്ടായി ചെയ്യുന്നത്, ഒരു സെൽഫ് ഡൗട്ടിന്റെ ഒരു മൊമെന്റ്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഒരു 5 year ബാക്ക് ഇതേപോലെ തന്നെ കളക്ഷനൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോപ്പ് ചെയ്യാം. കാരണം കുറേ ഈ സൺഡേസ്, കാരണം ഒരു 1 day ലീവ് കിട്ടുള്ളൂ ഓഫീസിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി ഞാൻ മടുത്തു ആക്ച്വലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വല്ല അമ്പലത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, രുദ്രാക്ഷ കളക്ഷൻസ് മൊത്തം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം എനിക്കൊരു ബുക്ക് തന്നു, ശിവപുരാണം എന്ന് പറഞ്ഞ ബുക്ക്. അത് ഞാൻ റെഫർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി രുദ്രാക്ഷങ്ങളുടെ ഇമ്പോർട്ടൻസ്. എൻ്റെ കയ്യിലിരിക്കുന്ന രുദ്രാക്ഷങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊടുക്കണ്ട, ഒന്നുകൂടി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു പക്ഷേ അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാനോട് ഇരിക്കില്ല. അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ആവും. ആ ഒരു മൊമെന്റിലാണ് ലൈഫ് ഒന്നുകൂടി രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത്. 30,000-ഓളം ബീഡ്സ് ഉണ്ട് അല്ലേ കയ്യിൽ? തീർച്ചയായും. പക്ഷേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഡ് ഉണ്ടോ ഇതിൽ നിന്നും എല്ലാം വേറിട്ട് നിൽക്കുന്ന, വളരെ സ്പെഷ്യൽ എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ബീഡ്, അതിൻ്റെ ഒരു സ്റ്റോറി? ബീഡുണ്ട്. കാരണം ഒരുമുഖ രുദ്രാക്ഷം അത് ഓൾമോസ്റ്റ് കേരളത്തിൽ
ആരുടെ കയ്യിലും ലഭിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അല്ല, കോണ്ടാക്ട് ചെയ്യുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നേപ്പാളിൽ അരുൺവാലി മരനിരകളിൽ ഈ ഒരു മുഖരുദ്രാക്ഷ ഉണ്ടാവാറുണ്ട് 10 കൊല്ലം കൂടുമ്പോൾ. സോ എനിക്ക് അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് നേപ്പാൾ, അബ്രോഡ്, പല കൺട്രീസിലുണ്ട്. സോ അവരെനിക്ക് 2 എണ്ണം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ 5 മുഖമാണെങ്കിൽ 5 വര, അത് വെച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണത്. അപ്പോൾ ഈ ഒരു മുഖം ഒരു വരയുള്ളൂ. അതിന് ഓൾമോസ്റ്റ് ഒരു 1 to 5 lakh എമൗണ്ട് ഉണ്ട് ഓൺലൈനിലും പുറത്തെ മാർക്കറ്റിൽ. സോ അത് ഞാനത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അന്വേഷിച്ച് നടന്ന ആ ഒരു മുഖം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. നേപ്പാൾ വീട് ഒരു മുഖം. ഇനി ഒത്തിരി മുഖങ്ങളുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ 1 മുഖം, 5 മുഖം, ഗണേശ മുഖം, അല്ലെ? ഒന്ന് നമുക്ക് ആർക്കാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവര്, അങ്ങനെയുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ള അത് മാത്രം ഒന്ന് വിശദീകരിക്കാമോ? ഒരു മുഖം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവനാണ്. കാരണം ഏകാഗ്രത, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു മുഖം സജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 മുഖം ആകുമ്പോൾ റെയർ ബീഡാണ്, അത് കിട്ടാൻ പാടാണ്. പിന്നെ 2 മുഖം ശിവപാർവതി, ഫാമിലി ലൈക്ക് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് 2 മുഖം ധരിക്കുന്നത്. 3 മുഖം ആകുമ്പോൾ ബ്രഹ്മാവ്, ശിവ വിഷ്ണു മഹേശ്വര സങ്കല്പമാണ്. കുറച്ചും കൂടി ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ലൈഫിൽ നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പിനൊക്കെ 3 ഫേസ് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് 3 ആണ് കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തരാം എല്ലാം. അതെ. പിന്നെ 4 ഫേസ്, അത് വിദ്യാർത്ഥികൾക്ക് 4 മുഖം ബ്രഹ്മാവാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പം എൻ്റെ മോള് ഇപ്പോൾ 3 വയസ്സായി, പുള്ളിക്കാരുടെ കയ്യിൽ ഒരെണ്ണം ധരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആളും ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് സന്തോഷം. രുദ്രാക്ഷം അറിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ആളുടെ കയ്യിൽ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 മുഖം ഭഗവാൻ ശിവനാണ്. അത് ആർക്കും വേണമെങ്കിലും ധരിക്കാം, അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഇപ്പം ലൈക്ക് നോൺ വെജ് യൂസ് ചെയ്യാം, അങ്ങനെ പ്രശ്നമില്ല. 5 മുഖം കോമൺ ഡെയിലി നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് എനിക്ക് 5 മുഖം യൂസ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. സോ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 14 വരെ ഉണ്ട്. ഓക്കെ. ഇനി ഗണേശമുഖം ഉണ്ട് അല്ലേ? ഗണേശ് മുഖം എന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാൻ ഗണേശന്റെ പോലെ ചെറിയ തുമ്പിക്ക ഷേപ്പിൽ ട്രങ്ക് താഴേക്ക് നിൽക്കുന്നുണ്ടാവും. അത് മെയിനായിട്ട് വിഘ്നങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് രുദ്രാക്ഷം മെയിനായിട്ട് ധരിക്കാൻ പറയുന്നത്. ഇപ്പൊ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴൊക്കെ ഇത് ധരിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും, തടസ്സങ്ങളൊക്കെ നീങ്ങാൻ. റയർ ബീഡാണ്. കേരളത്തില് ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ഇസ്ലാമിസം ഉണ്ട്, ഹിന്ദുയിസം ഉണ്ട്, പല റിലീജിയൻസ് ഉണ്ട്, പല വിശ്വാസങ്ങളുള്ളവരുണ്ട്, ഈശ്വരനിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അങ്ങനെ പക്ഷെ നമ്മളെല്ലാവരും വളരെ സെക്യുലറായിട്ട് വളരെ സ്നേഹത്തോടെ എസ്പെഷ്യലി ജീവിക്കുന്ന ഒരു പ്ലേസ് ആണ് കേരളം. പക്ഷേ എവിടുന്നെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു പുഷ് ബാക്ക് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിയുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും? കാരണം ഇതൊരു വളരെ ഇതെനിക്ക് തോന്നുന്നു റിലീജിയനുമായിട്ടും കുറച്ച് അസോസിയേറ്റഡ് ആയിട്ടുണ്ടല്ലോ. ഡോക്ടറിന് അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അത് കമ്മ്യൂണിറ്റി പേര് ഞാൻ പറയാനില്ല. ഇപ്പം ഞാൻ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ രുദ്രാക്ഷങ്ങൾ തേടി പോകുമ്പോൾ അവരുടെ വീട്ടിൽ ഇതുപോലെ രുദ്രാക്ഷം മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ പോയി എൻക്വയറി ചെയ്യുമ്പോൾ അവർക്ക് തരാൻ മടി. കാരണം ആ ബീഡ് അവരങ്ങനെ സെല്ല് ചെയ്യണില്ല, കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അവർ പറയണത് ഈ ബാധാദോഷം ഒഴിപ്പിക്കാൻ, സോ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കെൻ്റെ കളക്ഷനിലേക്കാണ്, അപ്പം നിങ്ങൾക്ക് തരണോണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ റിസർച്ച് പർപ്പസിനാണ്. അപ്പോൾ അവർ നോ പറഞ്ഞു. പിന്നെ ഞാൻ മാറി പോന്നു, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു എൻക്വയറി. ഇതെങ്ങനെ നമുക്ക് ഡൊണേറ്റ് ചെയ്തുകൂടാ? അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ധരിച്ചത് മാത്രം കൊടുക്കാണ്ടിരുന്നാൽ മതി. നമ്മളിപ്പോൾ ധരിച്ചൊരു വസ്തു കൈമാറാൻ പാടില്ല. ഇപ്പൊ ഡോക്ടറുടെ കയ്യിലുള്ള ഇതിനെ കുറിച്ചൊന്ന് തീർച്ചയായിട്ടും. ഇത് 5 മുഖി രുദ്രാക്ഷങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. 18 ബീഡിന്റെ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇടാം. ഇത് 18, 27, പിന്നെ കഴുത്തിലൊരു 108ന്റെ മാലയും ധരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബീഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദ്രാക്ഷം. അത് ഞാൻ കണക്ട് ചെയ്തിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഓക്കെ. അതാണ് അതിനൊരു സ്ട്രക്ചർ. അതെ. പിന്നെ ബ്ലാക്ക് ബീഡ് ഇടയ്ക്ക് വരുന്നത് അത് കരിങ്ങാലി. അതും കൂടി കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് അതിന്റെ മൊത്തത്തിലുള്ള ഒരു സിഗ്നിഫിക്കൻസ് ആ ഒരു ബ്രേസ്ലെറ്റിന്റെ? തീർച്ചയായിട്ടും നമുക്കിത് ഈ ഒരു അറ്റൻഷൻ സീക്കിങ്ങും പിന്നെ മൈൻഡ് കൺട്രോൾ, അതിനൊക്കെ വേണ്ടി മെയിൻ ആയിട്ട് ഇട്ടിരിക്കണം. പിന്നെ ഒബ്സ്റ്റക്കിൾസ് ഇതുമ്പോൾ തട്ടി തിരിച്ചു പോകും. സോ ഇത് ഞാൻ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ പറയാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ധരിക്കൂ. 9, 18, 27, 54, 108 അതാണ് അതിന്റെ കണക്ക്. അത് പ്രകാരം ധരിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ ജപങ്ങളൊക്കെ ചെയ്യുമ്പോൾ 108 തവണ ജപമാല 108. അതെ, തീർച്ചയായിട്ടും. മറ്റേ അപ്പുറത്തെ കയ്യിലുള്ള ബ്രേസ്ലെറ്റോ? ഇതും 27 മണികളുടെ.
ഇതിന്റെ കുറച്ചുകൂടെ ചെറുതാണല്ലോ കാഴ്ചയില്. ഇത് ഇന്തോനേഷ്യ ബീഡ് തന്നെ. ഇതിന്റെ കുറച്ച് ചെറിയ സൈസ് എന്ന് പറയും. 7mm 6mm അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തരംതിരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം അഞ്ചുമുഖികളാണ്. സെയിം അഞ്ചുമുഖി. ഓക്കെ, അഞ്ചുമുഖിയാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ നോർമൽ ആൾക്കാർ കോമൺ ആയിട്ട് ഇടാം. അതിന് പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങളൊന്നുമില്ല. ആർക്കും ഞങ്ങൾ ധരിക്കാം. കുഴപ്പമില്ലാത്തൊരു ബീഡാണ് അഞ്ചുമുഖം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ ചിട്ടവട്ടങ്ങളും, കാരണം നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. കാരണം എല്ലാവരും സാധാരണ ആൾക്കാരാകണമെന്നില്ല. ചിലർ വളരെ നിഷ്ഠയായിട്ട് ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വളരെ എനിക്കിത് അറ്റൈൻ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ളവരുമുണ്ട്. അപ്പം പല ഉദ്ദേശങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് ഡോക്ടർ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കും. തീർച്ചയായിട്ടും. മേ ബി ടുവേർഡ്സ് ലിറ്റിൽ ബിറ്റ് എൻഡില്. രുദ്രാക്ഷ ഇതുവരെ വെയർ ചെയ്തിട്ടില്ലാത്ത എന്നെ പോലുള്ള ഒരു സാധാരണ ഒരാള്, ഇപ്പൊ നമ്മള് പുരാണങ്ങൾ മിത്തോളജി ഒക്കെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു തരികയാണ്, ഇപ്പം ഇത് ഏത് ട്രീയിൽ നിന്ന് വരുന്നു, എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, പിന്നെ അങ്ങനെ പല സയന്റിഫിക് ആയിട്ട് തന്നെ പല പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നമ്മൾ വളരെ സ്പിരിച്വൽ ആയിട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല, അല്ലെ? രണ്ട് രീതിയിലും നമുക്ക് ഇതിന്റെ പ്രത്യേകത. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? രുദ്രാക്ഷം സ്പിരിച്വലി അതുപോലെ സയന്റിഫിക് പർപ്പസ് ഉണ്ട്. സോ അതിലൊരു നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന റേസ് എഫക്റ്റ് ചെയ്യില്ല. ഈ വേവ് ഇതിന് ചുറ്റുമുള്ളതുകൊണ്ട് അത് തട്ടി തിരിച്ചു പോകും. ഒബ്സ്റ്റാക്കിൾസ് പോലെ തന്നെ നമുക്ക് തട്ടി തിരിച്ചു പോകും. മാത്രമല്ല അഞ്ചുമുഖം ധരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നോർമലി അതിലൊരു വേവ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് പവർ ഉണ്ട് രുദ്രാക്ഷത്തിൽ. സോ അങ്ങനെ സാധാരണക്കാർ ധരിക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ TV എന്ന് പറഞ്ഞ റേസ് മാത്രമല്ല പല പല ഈ നെഗറ്റീവ് എനർജി അതിനൊക്കെ നമുക്കിത് തട്ടി തിരിച്ചു പോകാനുള്ള ഒരു പവർ ഓട്ടോമാറ്റിക്കലി രുദ്രാക്ഷത്തിലുണ്ട്. സോ ആ ഒരു അഞ്ചുമുഖം ധരിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നാള് നോക്കി ധരിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും. ഇപ്പം എൻ്റെ ചോദ്യം നാളാണ്, 8 മുഖമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നാള് നോക്കി ധരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ആയിരിക്കും.